ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പാടെ ബി.ജെ.പിയുടെ പാളയത്തിലേക്ക് പട നയിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. ആരായിരിക്കും നിങ്ങളുടെ പ്രധാനമന്ത്രി? കെജ്രിവാൾ ബി.ജെ.പി അനുയായികളോട് ചോദിച്ചു. ബി.ജെ.പി അധികാരത്തിൽ മടങ്ങി വന്നാൽ 2025 ശേഷം നരേന്ദ്രമോദിയല്ല അമിത്ഷാ ആയിരിക്കും രാജ്യത്തെ നയിക്കുക എന്നും കെജ്രിവാൾ പറഞ്ഞു. ഇക്കൂട്ടർ ചോദിക്കുന്നു, ആരായിരിക്കും നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന്. ഞാൻ ബി.ജെ.പിയോട് ചോദിക്കുന്നു, ആരായിരിക്കും നിങ്ങളുടെ പ്രധാനമന്ത്രി? അടുത്ത വർഷം സെപ്റ്റംബറിൽ മോദിക്ക് 75 വയസ്സെത്തുകയും 75 വയസ്സ് കഴിഞ്ഞ പാർട്ടി അംഗങ്ങൾ വിരമിക്കണമെന്ന് മോദി തന്നെയാണ് നിഷ്ഠ വെച്ചത്. അതുകൊണ്ട് അടുത്ത വർഷം മോദിക്ക് വിരമിക്കേണ്ടി വരും. മോദിയുടെ ഗ്യാരണ്ടികൾ ആര് നടപ്പിലാക്കും? അമിത്ഷാ അത് നടപ്പിലാക്കുമോ? നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഓർക്കുക, അത് അമിത്ഷായ്ക്ക് വേണ്ടിയാണ്, മോദിക്ക് വേണ്ടിയല്ല എന്നും കെജ്രിവാൾ പറഞ്ഞു. മോദിക്ക് അപകടകരമായ പദ്ധതികൾ ഉണ്ടെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുതിർന്ന നേതാക്കളെ മോദി ഒതുക്കുകയാണെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഒരു രാജ്യം ഒരു നേതാവ് എന്നതാണ് മോദിയുടെ അപകടകരമായ പദ്ധതി. പാർട്ടി ആസ്ഥാനത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിൽ വിമർശനമുന്നയിച്ചത്. അടുത്ത ഘട്ടമായി ബി.ജെ.പി നേതാക്കളെ മോദി ആക്രമിക്കും. എ.പി വളരെ ചെറിയൊരു പാർട്ടിയാണ്. എന്നാൽ പ്രധാനമന്ത്രി എ.പിയെ തകർക്കാനുള്ള ഒരവസരവും പാഴാക്കുന്നില്ല. അതിനുവേണ്ടി ഞങ്ങളുടെ 4 നേതാക്കളെ അദ്ദേഹം ജയിലിലടച്ചു. ഇത്തരം പാർട്ടികളുടെ 4 നേതാക്കൾ ജയിലിൽ പോയാൽ പാർട്ടി ഇല്ലാതാകും. പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത് എ.പിയെ ഇല്ലാതാക്കാനാണ്. എന്നാൽ ആം ആദ്മി പാർട്ടി എന്നുള്ളത് ഒരാശയമാണ്. അതിനെ എത്രത്തോളം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം അത് വലുതായിക്കൊണ്ടിരിക്കും. പ്രധാനമന്ത്രി സ്വയം വിശ്വസിക്കുന്നത് ആം ആദ്മിയാണ് രാജ്യത്തിൻ്റെ ഭാവി എന്നാണെന്നും കെജ്രിവാൾ പറഞ്ഞു. മോദിയെ ഏകാധിപതിയെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു. ജനാധിപത്യത്തെ ഇല്ലാതാക്കാനാണ് മോദി ശ്രമിക്കുന്നത്. ഞാൻ ഏകാധിപത്യത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ എന്നെക്കൊണ്ട് തനിയെ അതിന് സാധിക്കില്ല. ഏകാധിപതിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ 140-ലേറെ കോടി ജനങ്ങളുടെ പിന്തുണ തേടുകയാണെന്നും കെജ്രിവാൾ പറഞ്ഞു. രാജ്യം മുഴുവൻ സഞ്ചരിക്കാൻ സുപ്രീം കോടതി എനിക്ക് 21 ദിവസം നൽകിയിരിക്കുന്നു. എൻ്റെ ഓരോ തുള്ളി രക്തവും ഈ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. മോദി അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാക്കളായ മമതാ ബാനർജി, എം.കെ. സ്റ്റാലിൻ, തേജസ്വി യാദവ്, പിണറായി വിജയൻ, ഉദ്ധവ് താക്കറെ എന്നിവർ ജയിലിലാകും. എൽ.കെ. അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും രാഷ്ട്രീയം അവസാനിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ യോഗി ആദിത്യനാഥിനെയും മോദി ഒതുക്കും. 2 മാസത്തിനുള്ളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ മാറ്റും. നേരത്തെ ഭാര്യ സുനിതയ്ക്ക് ഒപ്പം കെജ്രിവാൾ ഹനുമാൻ മന്ദിർ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനും ആം ആദ്മി പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ക്ഷേത്ര പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും നിരവധി ആം ആദ്മി പാർട്ടി പ്രവർത്തകരാണ് ക്ഷേത്രത്തിന് സമീപം തടിച്ചുകൂടിയത്. മെയ് 13-ന് 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാജ്യവ്യാപകമായി ആം ആദ്മി പാർട്ടി കെജ്രിവാളിനെ ഉയർത്തിക്കാട്ടും. മെയ് 25-നാണ് ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ്. സത്യം വിജയിച്ചു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ആം ആദ്മി മാത്രമല്ല ഇന്ത്യ സഖ്യം പാർട്ടികളും കെജ്രിവാളിൻ്റെ തിരിച്ചുവരവ് ആഘോഷിച്ചു. സത്യത്തെ തോൽപ്പിക്കാനാവില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി സ്വാഗതാർഹമാണ്. ഏകാധിപത്യം അവസാനിക്കും. സത്യമേവ ജയതേ. എ.പി രാജ്യസഭാ എം.പി സഞ്ജയ് സിംഗ് എക്സിൽ ഇക്കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തു. എന്നാൽ കെജ്രിവാളിൻ്റെ ജയിൽ മോചനം വലിയ കാര്യമല്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രതികരണം. ഇത് സ്ഥിരം ജാമ്യമല്ല, ഇടക്കാല ജാമ്യമാണ്. അദ്ദേഹത്തിന് പ്രചാരണത്തിന് പോകാമെങ്കിലും ഓരോ തവണ അദ്ദേഹം ഇറങ്ങുമ്പോഴും ആളുകൾക്ക് എക്സൈസ് അഴിമതിയെക്കുറിച്ച് ഓർമ്മ വരുമെന്നും അമിത്ഷാ പറഞ്ഞു. നരേന്ദ്രമോദി ബി.ജെ.പി നേതാക്കളെയൊക്കെ ഒതുക്കും എന്നുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതികരണത്തോടും അമിത്ഷാ പ്രതികരിച്ചു. മോദി ഇന്ത്യയുടെ ഭരണത്തിലും ഇന്ത്യയെ സേവിക്കുന്നതിലും എത്ര കാലം വേണമെങ്കിലും തുടരുമെന്നും ബി.ജെ.പിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന് ഈ കാര്യങ്ങളൊക്കെ ശക്തമായി തിരിച്ചടിയാകുമെന്നും ആം ആദ്മി പാർട്ടി ഇതിനൊക്കെ വലിയ വില നൽകേണ്ടി വരും എന്നുള്ള കാര്യമാണ് അമിത്ഷാ ബോധിപ്പിച്ചത്. മോദി തന്നെയായിരിക്കും രാജ്യത്തിൻ്റെ നേതാവ്. മോദി ഏകാധിപതിയല്ല, മോദി രാജ്യസേവകനാണ്. അദ്ദേഹം രാജ്യത്തിനും രാജ്യത്തെ ജനങ്ങൾക്കും വേണ്ടി ഇനിയും വർഷങ്ങളോളം അദ്ദേഹത്തിന് ആഗ്രഹമുള്ളിടത്തോളം കാലം പ്രവർത്തിക്കും എന്ന കാര്യവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ ചൂണ്ടിക്കാട്ടി.